ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡാൻഡ്രഫിനെ പറ്റി സംസാരിക്കാനാണ്. നമ്മുടെ നാട്ടിലാണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ വിൻ്റർ സമയത്തൊക്കെ ഒരു പ്രയാസമായിട്ട് വരുന്ന ഒന്നാണ് ഈ ഡാൻഡ്രഫ്. അപ്പോൾ അതിന് ഒരു ഈസി വേയിൽ നമുക്ക് എങ്ങനെ കളയാം, അത് നമുക്ക് പെട്ടെന്നൊന്നും പോവില്ല. 2-3 ടൈംസ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ 2-3 ടൈംസ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഡാൻഡ്രഫ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനത് എങ്ങനെ കളയാമെന്ന് ഞാൻ കുറേ ഗൂഗിളും യൂട്യൂബ്സൊക്കെ നോക്കിയിട്ട് ഞാനൊരു റെമഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് 2-3 ടൈംസ് യൂസ് ചെയ്തു. എനിക്ക് നല്ല ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോഡക്റ്റ്, ആദ്യം നമുക്ക് വേണ്ടത് ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു നമ്മുടെ കയ്യിൽ വേണം. ഇപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സെബാമെഡിൻ്റെ ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു ആണ് അല്ലേ. ഇത് നമ്മുടെ ഇവിടെ റേറ്റ് കുറവാണ്, പക്ഷെ നാട്ടിൽ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ സെബാമെഡിന്. ഇതിനിവിടെ റേറ്റ് കുറവാണ്. ഞാനപ്പോൾ ഒരു ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ഒരു ഷാമ്പു വാങ്ങി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് ടീ ട്രീ ഓയിൽ. ഓക്കെ, ഈ ഓയിലും ഇതും കൂടിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഈ ഡാൻഡ്രഫ് കളയാൻ വേണ്ടി. ടീ ട്രീ ഓയിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം, എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലുള്ളവരാണെങ്കിൽ ചൂടുവെള്ളം അല്ല തണുത്ത വെള്ളം വേണം എടുക്കാം കേട്ടോ. കുറച്ച് തണുത്ത വെള്ളം എടുക്കുന്നു. ഓക്കെ, എൻ്റെ ഹെയറിന് ഇത്രയും. ഇനി അതിലേക്ക് നമുക്ക് സെബാമെഡിൻ്റെ കുറച്ച് ഷാമ്പു ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മുടെ ഈ ടീ ട്രീ ഓയിൽ ഒരു 5 തുള്ളി, 1 2 3 4 5 നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഹെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ഓരോ സ്ഥലത്തും നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്കിതൊരു 10 മിനിറ്റ് നമ്മുടെ ഹെയറിൽ വെക്കണം. 10 അരമണിക്കൂറോ വെച്ചാൽ കുഴപ്പമില്ല, അരമണിക്കൂർ കൂടുതൽ വെക്കല്ലേ. ചിലപ്പോൾ സ്കിൻ നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യണം. ആദ്യം എന്തെങ്കിലും ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാഷ് ചെയ്തോളൂ. പക്ഷേ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. അതിൻ്റെ അർത്ഥം ടീ ട്രീ ഓയിലിൻ്റെ ആണ് ഒരു എഫക്റ്റ് വരുന്നത്, ഷാമ്പൂൻ്റെ അല്ല. ഷാമ്പു നമ്മളിപ്പോൾ ഒരു മരുന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു വന്നുള്ളൂ കേട്ടോ. നമുക്ക് നന്നായിട്ട് എല്ലായിടും ഇതാ ഞാൻ നന്നായിട്ട് ഹെയറൊക്കെ വാഷ് ചെയ്തു. ഇത് ജസ്റ്റ് ഒരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി, താരന് മാത്രമല്ല പെയിൻ ഉള്ളവർക്കും നല്ല യൂസ് ആയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യാഞ്ഞത്. പക്ഷേ ടീ ട്രീ ഓയിൽ പെയിനും താരനും നമ്മുടെ തലയിലുള്ള എല്ലാ ഇൻഫെക്ഷനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. സോ എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ കമൻറ്റ് ചെയ്യണം. ബൈ, താങ്ക് യു.